ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഓഫ് അഞ്ജൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബിഗ് ബോസ് 7-ലെ മത്സരാർത്ഥികൾ, നമ്മുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾ ഇപ്പോൾ സ്റ്റാർ സിംഗർ വേദിയിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ നൂറ, നെവിൻ, അനുമോൾ, ഷാനവാസ്, അനീഷ്, അക്ബർ, അനുമോൾ എന്നിവരാണ് നമ്മുടെ സ്റ്റാർ സിംഗർ വേദിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ടത്, ഈ എപ്പിസോഡിൽ ഏറ്റവും തിളങ്ങി നിന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമോളും നെവിനുമാണ്. കാരണം ഇവർക്കൊരു ഈറ്റിംഗ് ചലഞ്ച് പോലെ ഒരു സംഭവം കൊടുത്തിരുന്നു. അത് ഇവർ രണ്ടുപേരും മാക്സിമം ഫണ്ണി എലമെൻറ്റോടെ ചെയ്തു തീർക്കാൻ നോക്കി. പക്ഷേ വിജയമായത് നമ്മുടെ അനുമോളാണ്. കാരണം അനുമോൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനത്തെ ഗെയിം കളിച്ചത്. കാരണം സ്റ്റാർ മാജിക്കിൽ കൂടുതലും ഇതുപോലത്തുള്ള ഫണ്ണി ഗെയിംസ് അല്ലേ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ മിഥുൻ ചേട്ടൻ അനുമോളോട് പറയുന്നുണ്ട്, അനുമോൾക്ക് BB ഹൗസിൽ പോകുന്നതിന് മുൻപ് തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് ഫാൻസ് ഉള്ള ഒരാളായിരുന്നു അനുമോൾ. പക്ഷേ BB ഹൗസിൽ ചെന്നതിന് ശേഷം ഫാൻസ് കൂടാൻ, അത് ഇരട്ടിയാവാൻ സഹായിച്ചു. പിന്നെ നമ്മുടെ അക്ബറിനെ ക്ഷണിച്ചിട്ട് പറയുന്നു അക്ബർ നല്ലൊരു ഗെയിമർ ആയിരുന്നു എന്ന്. കാരണം ചിത്ര ചേച്ചി പറയുന്നുണ്ട്, ഇതുപോലെ അക്ബർ ഇവിടെ കാണുന്ന ഒരു രീതിയിലല്ല ബിഗ് ബോസിൽ ചിത്ര ചേച്ചി കണ്ടത് എന്നാണ് ചിത്ര ചേച്ചി പറഞ്ഞത്. പിന്നെ നമ്മുടെ മിഥുൻ ചേട്ടൻ നമ്മുടെ അനീഷ് ചേട്ടനെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹത്തെ ഒരുപാട് അപ്രീഷിയേറ്റും ചെയ്യുന്നുണ്ട്. കാരണം ഒരു കോമണറായാണ് നമ്മുടെ അനീഷ് ചേട്ടൻ BB ഹൗസിൽ പോകുന്നത്. തിരിച്ച് നല്ല ഫാൻസ് ബേസോടെയാണ് അദ്ദേഹം തിരിച്ചിറങ്ങിയത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 തീർന്നതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നമ്മുടെ അനീഷ് ചേട്ടൻ്റെ സുപ്രഭാതം ബിഗ് ബോസ്, കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് എന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ബിഗ് ബോസിനെ മാറ്റി പിടിച്ചുകൊണ്ട് നമ്മുടെ അനീഷ് ചേട്ടൻ സുപ്രഭാതം ചിത്ര ചേച്ചി, കേൾക്കുന്നുണ്ടോ ചിത്ര ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ഫൺ എലമെൻ്റായിട്ട് നമ്മുടെ ഈ ഷോയെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നെവിൻ നല്ലൊരു പാട്ടുകാരനാണ്, ഡാൻസ് ചെയ്യും, ഒരു എൻ്റർടൈനറാണ്, എല്ലാം അറിയാം. അപ്പോൾ നമ്മുടെ ചിത്ര ചേച്ചിയെടുത്ത് നമ്മുടെ നെവിൻ ഒരു ആഗ്രഹം പറയുന്നുണ്ട്, എനിക്ക് ചിത്ര ചേച്ചിയുടെ കൂടെ പാടണം, ഞാനത് നടത്തിയിട്ടേ പോകൂ എന്നും നെവിൻ പറയുന്നുണ്ട്. പിന്നെ സ്റ്റാർ സിംഗർ വേദിയിൽ നമുക്കറിയാം 2 ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിൽ നമ്മുടെ അനുമോൾ, അക്ബർ, ഷാനവാസിക്കയും, പിന്നെ മറ്റേ ഗ്രൂപ്പിലാണെങ്കിൽ നമ്മുടെ നെവിനും നൂറയും അനീഷ് ചേട്ടനുമാണ്. ഇവരെല്ലാം അവരുടേതായ കഴിവുകൾ ഉപയോഗിച്ച് സ്റ്റാർ സിംഗർ വേദിയിൽ തിളങ്ങി നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ BB ഹൗസിലെ കണ്ടസ്റ്റൻറ്റിൻ്റെ ഗംഭീര കാഴ്ചവയ്പ്പായിരുന്നു നമ്മുടെ സ്റ്റാർ സിംഗർ വേദിയിൽ. എന്തായാലും ഈ ഒരു വേദിയിൽ അവരെ ഒരുമിച്ച് കാണുക എന്നത് തന്നെ ഒരു സന്തോഷമാണ്. ഇനിയും എല്ലാവരും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.